ജീവിതത്തിലും ബിസിനസ്സിലും ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അയാളുടെ സ്വഭാവമഹിമയാണ്. പണമോ പ്രശസ്തിയോ പദവികളോ നൽകുന്നതിനേക്കാൾ വലിയൊരു അടിത്തറ ഒരു വ്യക്തിക്ക് നൽകുന്നത് അയാളുടെ സ്വഭാവമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ പുലർത്തുന്ന സത്യസന്ധതയും മൂല്യങ്ങളുമാണ് മറ്റുള്ളവർക്ക് നമ്മളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ബിസിനസ്സിന്റെ ലോകത്ത് വിശ്വസ്തത എന്നത് വളരെ വലിയൊരു ഘടകമാണ്. പങ്കാളികൾ തമ്മിലായാലും ഉപഭോക്താക്കളും ഉടമയും തമ്മിലായാലും ആ ബന്ധം നിലനിൽക്കുന്നത് പരസ്പര വിശ്വാസത്തിലാണ്. നിങ്ങൾ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുമ്പോഴും പറയുന്ന വാക്കുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴും നിങ്ങളുടെ വ്യക്തിത്വം അവിടെ വെളിപ്പെടുന്നു. ആ വിശ്വാസമാണ് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വിജയത്തിന് വഴിതെളിക്കുന്നത്. ഒരു നല്ല നേതൃത്വത്തിന് വേണ്ട ഏറ്റവും പ്രധാന ഗുണവും ഇതുതന്നെയാണ്. ഒരു സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടും അതിലുപരി ഉറച്ച നിലപാടുകളും ഉണ്ടായിരിക്കണം. സാമ്പത്തികമായ ലാഭത്തേക്കാൾ മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന നേതാക്കളാണ് സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്നത്. അങ്ങനെയുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കും അതൊരു വലിയ പ്രചോദനമായിരിക്കും. പ്രതിസന്ധികൾ വരുമ്പോഴാണ് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം ലോകം തിരിച്ചറിയുന്നത്. എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ നല്ലവനായിരിക്കാൻ എളുപ്പമാണ്. എന്നാൽ കാര്യങ്ങൾ വിപരീതമാകുമ്പോഴും വലിയ വെല്ലുവിളികൾ നേരിടുമ്പോഴും പതറാതെ അധാർമികമായ വഴികൾ തിരഞ്ഞെടുക്കാതെ മുന്നോട്ടു പോകുന്നവരാണ് യഥാർത്ഥ വിജയികൾ. ആത്മവിശ്വാസത്തോടെ വെല്ലുവിളികളെ നേരിടാൻ നല്ലൊരു സ്വഭാവം നമ്മെ പ്രാപ്തരാക്കുന്നു. വിനയം, ധൈര്യം, ഉത്തരവാദിത്തം, നേർവഴിയിലുള്ള നടത്തം എന്നിവയാണ് വിജയകരമായ ഒരു വ്യക്തിത്വത്തിന്റെ തൂണുകൾ. തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് ഏറ്റുപറയാനുള്ള വിനയവും ശരിയായ കാര്യത്തിനു വേണ്ടി നിലകൊള്ളാനുള്ള ധൈര്യവും ഒരാളെ ഉന്നതങ്ങളിൽ എത്തിക്കും. സ്വന്തം കടമകൾ കൃത്യമായി നിർവഹിക്കുന്നതും മറ്റുള്ളവരോട് ആദരവോടെ പെരുമാറുന്നതും ഒരു വ്യക്തിയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, നല്ല സ്വഭാവഗുണങ്ങൾ ഉള്ളവർ നയിക്കുന്ന ഇടങ്ങളിൽ ഐശ്വര്യവും വിജയവും എപ്പോഴും ഉണ്ടായിരിക്കും. ലാഭത്തേക്കാൾ ഉപരിയായി മനുഷ്യത്വത്തിനും മൂല്യങ്ങൾക്കും വില നൽകുന്ന സംസ്കാരം വളർത്തിയെടുക്കുക എന്നതാണ് പ്രധാനം. മികച്ചൊരു സ്വഭാവം കെട്ടിപ്പടുക്കുന്നതിലൂടെ ജീവിതത്തിലെ ഏത് മേഖലയിലും നമുക്ക് അത്യുന്നതമായ വിജയം കൈവരിക്കാൻ സാധിക്കും.